കള്ളൻ വിജയൻ എന്ന പേര് വിളിച്ചാൽ ആർക്കാണ് കൊള്ളുന്നത്? കള്ളന്മാർക്ക് കൊള്ളില്ല. കാരണം അവർ താൻ കള്ളനാണെന്ന് പറഞ്ഞ് നടക്കാറേയില്ല. പിന്നെ പിടിക്കപ്പെടുമ്പോൾ ആ പേര് അവർക്ക് ചാർത്തി കൊടുക്കുന്നതാണ്. എന്നാൽ ആ കള്ളൻ വിജയൻ എന്ന് വിളിച്ചാൽ നാട്ടിലുള്ള സർവമാന വിജയന്മാർക്കും ചിലപ്പോൾ കൊണ്ടയക്കാം. ചിലർ കേട്ടമട്ടെടുക്കില്ല, ചിലർ പ്രതികരിക്കും. എന്നാൽ മറ്റു ചിലർ ഈ വിജയന്മാർക്ക് വേണ്ടി പ്രതികരിക്കും. എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് ഏത് കള്ളൻ വിജയനെയാണ് ഇവർ രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നാണ്. ഏത് വിജയനെ ചൊല്ലിയാണ് CPM പാർട്ടി നേതൃത്വം ഇപ്പോൾ ദേശാഭിമാനിയുടെ ചുമതലക്കാരനെതിരെ വാളെടുത്തിരിക്കുന്നത്? ഏതാണ് ഈ വിജയൻ എന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്, കള്ളൻ വിജയനല്ല. അദ്ദേഹത്തെ കള്ളൻ എന്ന് ആരും വിളിക്കാറേയില്ല. ഇതുവരെ കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോഴും, അതിനു മുമ്പ് വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോഴും, അതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി ഒക്കെ ആയിരുന്നപ്പോഴും അദ്ദേഹത്തെ VS അച്യുതാനന്ദൻ പോലും പരസ്യമായി കള്ളനെന്ന് വിളിച്ചിട്ടേയില്ല. പിന്നെ ആരാണ് ഈ കള്ളൻ വിജയൻ? പാർട്ടി നേതൃത്വം തന്നെ അത് വ്യക്തമാക്കേണ്ടി വരും. എന്തായാലും നാടക കലാകാരനായ ഒരു വിജയകുമാറിനെ കുറിച്ചുള്ള കള്ളൻ വിജയൻ എന്ന ഫീച്ചർ CPM മുഖപത്രമായ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് വിവാദമായി. നടപടിയെടുക്കണമല്ലോ. അതിൻ്റെ ചുമതലക്കാരനായിരുന്ന ന്യൂസ് എഡിറ്റർ KR അജയനെ ഓഫീസ് മുറിയുടെ വാതിൽ പൂട്ടി പുറത്താക്കി. തിങ്കളാഴ്ച രാവിലെ പതിവ് പോലെ ജോലിക്കെത്തിയപ്പോഴാണ് വാതിൽ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടത്. പാർട്ടിക്കും പത്രത്തിനും അവമതിപ്പുണ്ടാക്കിയെന്ന് കാണിച്ച അദ്ദേഹത്തിന് റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച തന്നെ വിശദീകരണം നൽകണമെന്നായിരുന്നു നോട്ടീസിലുള്ളത്. തിങ്കളാഴ്ച തന്നെ KR അജയൻ മറുപടിയും കൊടുത്തു. ബാക്കി എന്തായെന്നറിയില്ല. ഈ വാർത്ത ചോർത്തിയത് KR അജയനാണോ? ഒരിക്കലുമില്ല. അദ്ദേഹം കറ കളഞ്ഞൊരു പഴയകാല പാർട്ടിക്കാരനാണ്. ലേഔട്ട് പ്രിന്റ് ചെയ്യാൻ പ്രസിലെത്തിയപ്പോൾ അവിടെ നിന്ന് ചോർന്നു എന്നതാണ് വസ്തുത. എന്നാൽ ഉത്തരവാദിത്തം ആ എഡിറ്റർക്ക് തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ ഉരുണ്ടുകൂടുന്ന വിഭാഗീയത ദേശാഭിമാനിയിലേക്ക് കൂടി പടരുന്നതിൻ്റെ ഫലമായാണ് ഈ വിവരം പുറത്തായത് എന്നാണ് സൂചന. കാരണം ഭരണം മാറിയപ്പോൾ പഴയ മന്ത്രിമാരുടെ സ്റ്റാഫിലുള്ള ദേശാഭിമാനിക്കാരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച പുറത്തിറങ്ങിയിരുന്ന വാരാന്ത്യ പതിപ്പിലാണ് വിവാദ ഫീച്ചർ ഉണ്ടായിരുന്നത്. മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന പേരിൽ VSനെ കുറിച്ചുള്ള KV സുധാകരൻ്റെ ഓർമ്മക്കുറിപ്പാണ് വാരാന്ത്യ മുഖലേഖനമായി ഉണ്ടായിരുന്നത്. അവസാന പേജിലാണ് TC രാജേഷ് സിന്ധു എന്ന മാധ്യമപ്രവർത്തകൻ തയ്യാറാക്കിയ കള്ളൻ വിജയൻ ധന്യ നാടകഗ്രാമം മുത്തത്തിപ്പാറ PO എന്ന ഫീച്ചർ ഉണ്ടായിരുന്നത്. VSനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പും കള്ളൻ വിജയൻ എന്ന ഈ ഫീച്ചറും ഒരേ പതിപ്പിൽ വരുന്നത് തെറ്റാണ്, ശരിയാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അച്ചടി തടഞ്ഞു വെച്ചത്. പിന്നെ മാധ്യമങ്ങൾക്ക് ഈ വാർത്ത എങ്ങനെ ചോർന്നു കിട്ടി എന്നതിലാണ് എഡിറ്റർ KR അജയന് നൽകിയ നോട്ടീസിലെ ആ ചോദ്യം. അതിനുള്ള മറുപടി KR അജയൻ കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനി വാരാന്ത്യ പതിപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ചിരിക്കുന്നു ഇതാ VSൻ്റെ മകൻ VA അരുൺകുമാർ. ദേശാഭിമാനി യുക്തം പോലെ ചെയ്യട്ടെ എന്നാണ് അരുൺ പറയുന്നത്. പത്രം പ്രസിദ്ധീകരിക്കുന്നതും പ്രസിദ്ധീകരിക്കാതിരിക്കുന്നതും രാഷ്ട്രീയമാണ്, അതിനപ്പുറം ഒന്നും പറയാനില്ല. ഈ ലേഖനത്തെക്കുറിച്ച് തന്നോടോ കുടുംബാംഗങ്ങളോടോ ആരും സംസാരിച്ചിട്ടില്ല. അരുൺകുമാർ VS സ്മാരകത്തെക്കുറിച്ച് പാർട്ടി നേതൃത്വമായി പലതവണ സംസാരിച്ചിരുന്നുവെന്നും കുടുംബത്തിൻ്റെ അഭിപ്രായം അറിയിച്ചിരുന്നുമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ലേഖനം ചോർന്നു. അപ്പോൾ പിന്നെ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിൽ പ്രസിദ്ധീകരിക്കാതെ മാറ്റിവെച്ച വിവാദ ഫീച്ചർ ആ മാധ്യമപ്രവർത്തകൻ TC രാജേഷ് ഇതാ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു കഴിഞ്ഞു. തലക്കെട്ടിൽ താൻ നൽകിയ ആ തൻ്റെ ജാഗ്രത കുറവാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് TC രാജേഷ് ആ ലേഖനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കള്ളൻ വിജയൻ ധന്യ നാടകഗ്രാമം മുത്തിപ്പാറ PO എന്ന തലക്കെട്ടോടെയാണ് ആ ലേഖനവും. എന്തായാലും കള്ളൻ വിജയൻ എന്ന പേരിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ കള്ളനല്ലായിരുന്നു, പക്ഷേ അയാളുടെ നാട്ടുകാർ കള്ളൻ വിജയൻ എന്നൊക്കെ വിളിക്കുമായിരുന്നു. അദ്ദേഹത്തിന് അത് സന്തോഷമായിരുന്നു. കാരണം അദ്ദേഹം ഒരു നാടക പ്രവർത്തകരാണ്, ഒരു ചെറിയൊരു കലാകാരനാണ്. നാട്ടുകാരുടെ വസ്തുവകൾ അടിച്ചു മാറ്റാത്ത വെറും പേര് മാത്രമുള്ളൊരു കള്ളൻ വിജയൻ. നമ്മുടെ നാട്ടിൽ വിജയന്മാർ ഒരുപാടുണ്ട്. അതിൽ കള്ളന്മാരുമുണ്ട്, കള്ളന്മാർ അല്ലാത്തവരുണ്ട്, നല്ല കള്ളന്മാരുണ്ട്, നല്ല വിജയന്മാരുമുണ്ട്. ഇതിൽ പക്ഷേ ദേശാഭിമാനിക്ക് കയറിക്കൊണ്ട CPMന് കയറിക്കൊണ്ട, ദേശാഭിമാനിക്കല്ല CPM എന്ന പാർട്ടിക്ക് കയറിക്കൊണ്ട ആ കള്ളൻ വിജയൻ ആരാണെന്ന് കണ്ടെത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും.